ഈ ഇൻഡസ്ട്രിയിൽ വന്നത് ഇന്ന് വലിയ ലെവലിലേക്ക് മാറാൻ പറ്റിയിട്ടുണ്ട്. ഞാൻ ഈ ബിസിനസ്സിൽ വന്നത് പണത്തിന് ആവശ്യമുണ്ടായിരുന്നു, പൈസക്ക് ആവശ്യമുള്ളത് കൊണ്ടാണ് ഈ ഇൻഡസ്ട്രിയിലേക്ക് വന്നത്. അതല്ലാതെ ഈ ഉൽപ്പന്നങ്ങൾ കഴിച്ച് റിസൾട്ടുകൾ ഉണ്ടായിട്ട് വന്നതല്ല. പക്ഷെ ആ സമയത്തും എനിക്ക് ഒരുപാട് അസുഖങ്ങൾ ഉണ്ടായിരുന്നു. പക്ഷെ ഞാൻ ആ അസുഖങ്ങളൊന്നും വില വെക്കാറില്ലായിരുന്നു. എന്തുകൊണ്ടെന്ന് പറഞ്ഞാൽ, ഞാനിപ്പോൾ പണമില്ലാത്ത സമയത്ത് എൻ്റെ കാലിനൊരു മുറി പറ്റിയാൽ ആ മുറി ഞാൻ ശ്രദ്ധിക്കില്ല. എൻ്റെ ലക്ഷ്യം കടം വീടാനുള്ള എന്തെങ്കിലും വഴി ഉണ്ടോ എന്ന് നോക്കുക. പക്ഷേ രക്തമൊക്കെ വാർന്നു പോയി രാത്രി വീട്ടിലെത്തുന്ന സമയത്ത് കാലിനൊരു മുറി പറ്റിയെന്ന് ചിന്തിക്കാറുള്ളത്. ഡിയർ ഫ്രണ്ട്സ്, അപ്പോൾ കടം കൊടുക്കാനുള്ള ഒരു ബാധ്യതയും ഭാരവും നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടോ? ഡിയർ ഫ്രണ്ട്സ്, ഇങ്ങനെ ബുദ്ധിമുട്ടാകുന്ന ആളുകൾ ഇഷ്ടംപോലെ ആളുകൾ, കടയില്ലാത്ത ആളുകളൊന്നുമില്ല. ഉണ്ടാവാം ചെറിയ കടവും. വലിയ ബാധ്യത 1 ലക്ഷവും 2 ലക്ഷവും 10 ലക്ഷവും ഒക്കെ കടലുള്ള ആളുകൾക്ക് കമ്പനി 2,10,000 തരാന്ന് പറഞ്ഞു. 2,10,000 ഒരാഴ്ചയിൽ തരാന്ന് പറഞ്ഞാൽ നമുക്ക് 2 ലക്ഷം രൂപ കടലുള്ള ആളുകൾക്ക് ഒറ്റ ആഴ്ചത്തെ വരുമാനം മതി. ഡിയർ ഫ്രണ്ട്സ്, നിങ്ങൾ ഇന്നലെ നമ്മുടെ കമ്പനി ഒരു അനൗൺസ് ചെയ്ത ഒരു ടൂർ ഉണ്ട്, ഇന്റർനാഷണൽ തായ്ലൻഡിലേക്ക്. 4 മാസം സമയമുണ്ട്. പക്ഷെ 4 ദിവസം കൊണ്ട് ആരൊക്കെയോ വിൻ ചെയ്തു. ഡിയർ ഫ്രണ്ട്സ്, ചങ്കൂറ്റമുള്ളവരുടെ ബിസിനസ് 4 ദിവസം കൊണ്ട് 4 മാസം 3,50,000 ബിസിനസ് വോളിയം കൊണ്ടുവന്നാൽ കിട്ടേണ്ട ഒരു അച്ചീവ്മെന്റ് 4 ദിവസം കൊണ്ട് വിൻ ചെയ്തിട്ടുണ്ട്. ചങ്കൂറ്റുള്ള ഡിയർ ഫ്രണ്ട്സ്, ഞാൻ ആ ഒരു കാര്യം പറയാം. ഞാൻ ഗൾഫിൽ പോവാത്ത ആളാണ്. ഗൾഫിൽ പോകാൻ തീരെ ഇഷ്ടമല്ല. പാസ്പോർട്ട് പോലും എടുത്തിട്ടില്ല. പക്ഷേ ഫസ്റ്റ് ഇന്റർനാഷണൽ കൺവെൻഷൻ മലേഷ്യക്ക് പോകാൻ ഒരു ട്രിപ്പ് ഉണ്ടെന്ന് പറഞ്ഞ സമയത്ത് ഞാൻ 1 ദിവസം കൊണ്ടാണ് ആ ട്രിപ്പ് വെച്ചത്. ഒറ്റ ദിവസം കൊണ്ട്. എന്തിനാണോ? എൻ്റെ ഉള്ളിൽ ഒരു ചങ്കൂറ്റുണ്ട്. ഈ ഇൻഡസ്ട്രിയിലൂടെ എവിടെയെങ്കിലും പോകാൻ പറ്റുമോ, അത് പോകാൻ പറ്റുമെന്ന് തെളിയിക്കാൻ വേണ്ടിയിട്ട് ആ ഒരു ട്രിപ്പ് ഒറ്റ ദിവസം 1 ലക്ഷത്തിന് മേലെ ബിസിനസ് കൂടി വേണം. ഇന്നല്ല, ഒരു 2017 കാര്യം പറയുന്നത്. ഡിയർ ഫ്രണ്ട്സ്, നമ്മളെ മുമ്പിൽ ഒരു അവസരമുണ്ട്. ഇന്റർനാഷണൽ ക്വാളിറ്റിയിൽ ഉൽപ്പന്നമുണ്ട്. നിങ്ങൾ തായ്ലൻഡിലും മലേഷ്യയിലൊക്കെ പോയാൽ എങ്ങനെയാന്ന് പറയുമോ? ഫ്രീ ആയിട്ടാണ് ടൂർ പോകുന്നത്. ഒരു നയാ പൈസ നിങ്ങൾ കൊടുക്കണ്ട. ഫ്ലൈറ്റ് ചിലപ്പോൾ എവിടെ നിന്നായിരിക്കും, ചിലപ്പോൾ ചെന്നൈന്നോ അതല്ലെങ്കിൽ പിന്നെ കൊച്ചിന്നൊക്കെ, അവിടേക്ക് നിങ്ങൾ പൈസ മുടക്കണം. അവിടെ പോവാ, എന്നിട്ട് ഫ്ലൈറ്റ് കയറി ഒരു പൈസയും വേണ്ട. എന്നിട്ട് തിരിച്ച് നിങ്ങളെ ഫ്ലൈറ്റ് എവിടെ കൊണ്ട് ചേർക്കും, തിരിച്ച് നിങ്ങൾ എവിടെ നിന്നാണോ കയറി അവിടെ കൊണ്ട് ചേർക്കും. അതുവരെ 1 രൂപ പോലും വേണ്ട. നിങ്ങൾ ഇന്റർനാഷണൽ ട്രിപ്പ് പോയിട്ടുണ്ടോ? പൈസ കൊടുത്ത് ഇഷ്ടംപോലെ ആളുകൾ ടൂർ പോയിട്ടുണ്ട്. പക്ഷേ മൈലേഷ്യൻ മാർക്കറ്റിന് കമ്പനി എന്താന്ന് നിങ്ങൾക്ക് മനസ്സിലാവണമെങ്കിൽ നിങ്ങൾ 1 പ്രാവശ്യം ഈ വരാൻ പോകുന്ന ട്രിപ്പ് ഒന്ന് വിൻ ചെയ്തു. ഒറ്റ പ്രാവശ്യം. അങ്ങനെ നിങ്ങൾ വിൻ ചെയ്താൽ നിങ്ങളുടെ ജീവിതത്തിൽ ഒരിക്കലും മൈലേജിന് വിട്ടേച്ചു പോകില്ല. എന്താണോ മൈലേഷ്യൻ മാർക്കറ്റിന് എങ്ങനെ കമ്പനി കൊണ്ടുവന്ന്? ചാർട്ടേഡ് ഫ്ലൈറ്റിലാണ്. നമുക്ക് മാത്രം പോയിട്ടുണ്ട്. അങ്ങനെ നമ്മൾ മാത്രമേ, അതാ തൊട്ടടുത്ത് നമ്മളാണ്, അതിന്റെ ബാക്കിൽ നമ്മളാണ്, അതിന്റെ മുന്നിൽ നമ്മളാണ്, എല്ലാവരും നമ്മൾ. അവിടെ VIP സീറ്റിലാണെങ്കിൽ ഇരിക്കാം. ഒന്ന് ചിന്തിച്ചു, മരിൻഡോ ഫ്ലൈറ്റിൽ മൈലൈഫിന്റെ മാത്രമാണ്. എന്നിട്ട് ഇന്റർനാഷണൽ കോലാലംപൂർ എയർപോർട്ടിൽ അങ്ങ് എത്തിയ സമയത്ത് നമ്മളിങ്ങനെ ഇറങ്ങി ചെല്ലുന്ന സമയത്ത് നമ്മുടെ മാലയിട്ട് സ്വീകരിക്കും. നിങ്ങൾ ആരും സ്വീകരിച്ചിട്ടുണ്ട്? ഇങ്ങനെ എയർപോർട്ടിൽ ഒരു മാലയായിട്ട് നിങ്ങൾ അങ്ങോട്ട് പോയാൽ മതി, വിവരറിയും. മാലയിട്ട് ഇങ്ങനെ സ്വീകരിച്ചു കൊണ്ടുപോകും. എന്നിട്ട് നിങ്ങൾക്ക് എന്താ കുടിക്കാൻ വെള്ളം തരാനോ? നിങ്ങൾ ഇളനീരല്ലേ ഇങ്ങനെ കട്ട് ചെയ്തിട്ട് ഒരു സ്ട്രോട്ട് തരും. ഇങ്ങനെ നിങ്ങൾ ജീവിതത്തിൽ കണ്ടില്ല. എന്നിട്ടോ നമ്മൾ കയറാനുള്ള ബസ് നമ്മളിങ്ങനെ നടന്നിങ്ങനെ പോകുമ്പോൾ നമ്മളിങ്ങനെ ആനയിച്ച് കൊണ്ടുപോകും. ബസ് BMW, ബെൻസ്, വോൾവോന്റെ ബസ് ഇങ്ങനെ നിർത്തിനോ, അതിന്റെ മേലൊക്കെ ഫുൾ സ്റ്റിക്കറാ മൈ ലൈഫ് സ്റ്റൈൽ മാർക്കറ്റിംഗ് അച്ചീവേഴ്സിന് സ്വാഗതം എന്ന് കാണാം. ഇങ്ങനെ ജീവിതത്തിൽ എന്താ ഉണ്ടാവുക? അവിടെ എങ്ങനെയാണോ നിങ്ങൾ ബെൻസിന്റെ ബസ്സിലാക്കി കയറിയ ബസ് ഇറ്റ ബസ് ഇവിടെ ഇല്ല, അത് മലേഷ്യ പോണോ. ഇതിൽ കയറിയിട്ട് എന്നിട്ട് നമുക്ക് ഡ്രിങ്കിങ് വാട്ടറോ അതിന്റെ മേലെയും കാണാം മൈ ലൈഫ് സ്റ്റൈൽ മാർക്കറ്റിംഗ് അച്ചീവേഴ്സിന് സ്വാഗതം. ഇത് കുടിക്കുന്ന വെള്ളത്തിലുണ്ട്. ഞാനും ബെല്ലി സാറൊക്കെ ഒരു റൂമിലാണ് 5 മിനിറ്റ് എടുക്കും കൺക്ലൂഡ് ചെയ്യാനാണ്. നിങ്ങൾ നടക്കുന്ന ഞങ്ങള് ഒരു റൂമിലാണ്. ഏത് റൂമില് 36 നിലയിലാണ് ഫ്ലൈറ്റ് നിർത്തും. ഏത് നമ്മളെ ലിഫ്റ്റ് 36 നില കഴിഞ്ഞിട്ട് ഇത് ലിഫ്റ്റ് നിർത്തും. ഞാൻ ചോദിച്ചത് എന്താ താഴെ നിർത്താത്തത്? ഇതിലൊന്നും ആള് താമസമില്ല, അതൊക്കെ കാർ പാർക്കിംഗ് ആണല്ലേ. 36 നില കാർ പാർക്കിംഗ് നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ജീവിതത്തിൽ ഇതൊക്കെ കാണണം. എന്നിട്ട് എന്താ അവിടെ നിർത്തിയാൽ നമ്മളിങ്ങനെ ലിഫ്റ്റ് അങ്ങ് കയറി ചെന്ന് നമ്മളിങ്ങനെ നമ്മുടെ ഇവിടെ ബെൻസ് ഒന്നും ഇത്ര സ്പീഡിൽ പോകില്ല, അത്രയും സ്പീഡിലാണ് പോവാ ലിഫ്റ്റ് പോവാ. എന്നിട്ട് നമ്മളിങ്ങനെ കയറി ചെന്ന് ഡോറ് തുറന്ന സമയത്ത് കുറെ ഒരു നല്ലൊരു വെൽവെറ്റ് പോലെ സാധനം. അപ്പൊ ബെല്ലി സാർ ചാടിക്കടന്നു. ഞാൻ ചോദിച്ചു എന്തായിരിക്കും? ഞാനും അങ്ങനെ ചാടിക്കടന്നു. എന്താ സംഭവം? കാലിങ്ങനെ തുടയ്ക്കാൻ വേണ്ടി അത് ചവിട്ടാൻ പറ്റുന്നില്ല. അത്രയും വെൽവെറ്റ് പോലത്തെ പളക് പോലത്തെ സാധനം. ബെല്ലി സാർ പറഞ്ഞത് ഓരോട് വീണ് പോയതൊക്കെ എടുത്ത് മാറ്റി വെക്കാം. അടുത്ത റൂമുണ്ടല്ലോ. ഇത് നമ്മളെന്താ നമുക്കിത് മനസ്സിലാത്തോണ്ടാ. നിങ്ങളൊന്ന് പോയി നോക്കണം. എന്നിട്ട് എന്താ സംഭവിച്ചാല് അവിടെ ബാത്റൂമിൽ പോയ കഥ ഞാൻ പറയുന്നില്ല, ബാത്റൂമിൽ ഫോണ്. ഏത്
ഏത് പൈപ്പ് ഇങ്ങനെ ടാപ്പ് തുറക്കാൻ അറിയില്ല. അങ്ങനെ മറ്റേ റൂമിലേക്ക് വിളിച്ചു ഒരു എൻഗേജ്ഡ് ഒരാരോ വിളിച്ചിട്ടുണ്ട്. ഫ്രണ്ട്സ്, ഇതാ ഇന്റർനാഷണൽ ട്രിപ്പ്. എന്നിട്ടോ ഞാനിങ്ങനെ വെറുതെ ജനൽ ഇങ്ങനെ വിരിങ്ങോട്ട് നീക്കിയപ്പോ 2 ട്വിൻ ടവർ, ലോകത്തിലെ ഏറ്റവും വലിയ അത്ഭുതങ്ങള് പെട്രോണസ് ട്വിൻ ടവർ ആക്കാണ്. ഞാൻ ഇങ്ങനെ അജബായിപ്പോ ഇങ്ങനെ മനസ്സിലൂടെ വല്ലാതെ കിടുങ്ങി പോയി. ലോകത്തെ വലിയ ഹോട്ടലിലെ വലിയ ട്വിൻ ടവറിന്റെ മുന്നിലാണ് താമസം. കറങ്ങാൻ അമ്യൂസ്മെന്റ്, ലോകത്തിലെ ഏറ്റവും വലിയ, ലോകത്തിൽ 6000 റൂമുള്ള അമ്യൂസ്മെന്റ് പാർക്കും അതുപോലത്തെ വലിയ ജെന്റിങ് ഐലൻഡിൽ കൊണ്ടുപോയി താമസിപ്പിച്ചു ഒരു സാധാരണ വീക്കച്ചുറക്കാരൻ. ഡിയർ ഫ്രണ്ട്സ്, നിങ്ങൾക്ക് താമസിക്കാൻ സൗകര്യമുണ്ടോ? ലോകത്തെ വലിയ ഇൻഡസ്ട്രിയിൽ നിങ്ങളൊന്ന് കൈപിടിച്ച് ഈ ഇൻഡസ്ട്രി മനസ്സിലാക്കാൻ നിങ്ങൾ വരാൻ പോകുന്ന 4 മാസം കൊണ്ട് നിങ്ങൾ തായ്ലാൻഡ് ട്രിപ്പിന്റെ നമുക്ക് മാത്രം ഒരു പറ്റുണ്ട്, നമുക്ക് മാത്രം. ഡിയർ ഫ്രണ്ട്സ്, ലോകത്തെ വലിയ ഇൻഡസ്ട്രി. അവിടെ ഭക്ഷണം എന്ന് പറഞ്ഞാല് ഭക്ഷണമൊക്കെ ഞാനൊക്കെ എന്റെ റമീസാറെ കൊണ്ട് പോകണമെന്ന് വിചാരിക്കുന്നുണ്ട്. അവിടെ പോയാൽ ഇങ്ങനെ ആട് മറ്റേ പറമ്പ് കയറി ഇഷ്ടം പോലെ സാധനം. ഒരാളുണ്ട് നമ്മളെ ഞണ്ടില്ലേ, ഞണ്ട് ഒരു വരല് ചെറിയ തന്നെ കുറെ അടിച്ചിട്ട് കുറെ മസാല ഇട്ടത്. ഞാൻ പറഞ്ഞു നിങ്ങൾക്ക് പണിക്ക് മടങ്ങുണ്ടാ. പിന്നെ ഒരാള് തേളുണ്ട് ഇതൊക്കെ കാണണോ? ഇതൊക്കെ കാണാൻ എവിടെന്നാ പറ്റുക? ഈ ഇൻഡസ്ട്രിയിലേ നിങ്ങൾക്ക് പറ്റും. ഡിയർ ഫ്രണ്ട്സ്, അങ്ങനെ ഒരൊറ്റ ദിവസം ഒരു 3 രാത്രി 4 പകലും ലോകത്ത് അടിച്ചു പൊളിക്കാൻ ഒരു അവസരം മൈ ലൈഫിലൂടെ ഉണ്ട് ഇപ്പൊ. ഡിയർ ഫ്രണ്ട്സ്, ഐഡിയ അടിക്കാം, ഇതിൽ വന്ന് ചേരാം, പ്രവർത്തിക്കാം, എന്നാൽ നിങ്ങൾക്ക് വലിയ ലെവലിലേക്ക് മാറാൻ പറ്റും. ഇപ്പൊ ഞാൻ വിചാരിക്കുന്നത്, പണ്ട് അസുഖമൊന്നും ഇല്ലാതെ നല്ല അസുഖമൊക്കെ ഉള്ള സമയത്ത് പൈസക്ക് മാത്രം ഇതിൽ വന്നു കുറെ ഉൽപ്പന്നങ്ങൾ കഴിച്ച് കുറെ അസുഖങ്ങൾ മാറി. ഇപ്പൊ പൈസ കിട്ടുമ്പോ അസുഖം വരുന്നത് സത്യം പറയാം. ഇപ്പൊ പെർഫോമൻസ് ബോണസ് കഴിഞ്ഞ ആഴ്ച അടിച്ചിരുന്നു. പെർഫോമൻസ് ബോണസിന് ഒരു പോസ്റ്റർ ഞാൻ ഇട്ടപ്പോ ഒരാൾ പനി വന്നു. പല ആളുകൾക്ക് പ്രശ്നത ഇത്, പല ആളുകളും ചില ആളുകൾ ഇങ്ങനെ ഇങ്ങനെ ചൊറിയുന്നത് കളിച്ച് ഇത് സിമ്പിൾ ഇട്ട് ഇങ്ങനെ. അപ്പൊ ഓന് മനസ്സിലായി എന്തോ ഒരു പ്രശ്നമുണ്ട്. അപ്പൊ ഞാനിപ്പോ ഇത് പെർഫോമൻസ് ഓട്ടോമാറ്റിക് അടിച്ചോണാ. പിന്നെ ഇപ്പൊ പെർഫോമൻസിന് പോസ്റ്റർ ഇടാണ്ടിരിക്കല. അസൂയന്റെ പുറത്തും കുറെ ആളുകൾ വല്ലതോടെ. ഫ്രണ്ട്സ്, ലോകത്തെ വലിയ അവസരം നിങ്ങൾ കേട്ടത്. ഇന്ന് കിട്ടാവുന്നത് വെച്ച് ഏറ്റവും വലിയ അവസരം, ഒരു നഷ്ടവുമില്ല. ഡിയർ ഫ്രണ്ട്സ്, ഞാൻ ഇന്നലെ എനിക്കൊരു വീട് ഇങ്ങനെ റെഡി ആയി വരുന്നുണ്ട്. ഞാൻ വീടിന്റെ വില ചോദിച്ചോ 50 ലക്ഷം രൂപയാണ്. ഞാൻ വെറുതെ ബാങ്കിൽ ICICI ബാങ്കിൽ പോകുമ്പോൾ സാറിന് 1 കോടി രൂപ വരെ തരാന്ന് പറഞ്ഞു. ഒരു മീകച്ചക്കടക്കാരൻ 1 കോടി രൂപ പാസ്സാക്കാൻ വേണ്ടിയ അവസരത്തിലേക്ക് ഇത് വളരെ സിമ്പിളാ, ഒന്നുമില്ല. നിങ്ങൾ ആരാണ് ഇങ്ങോട്ട് കൊണ്ടുവന്നത് അവരെ കൃത്യമായിട്ട് വിശ്വസിക്കാം. ഇവിടെ ആ പടി ഇങ്ങോട്ട് തള്ളി വേക്കുന്ന ഒരാൾ തള്ളിയതും മുന്നിൽ ഒരാൾ വലിച്ചതോ അങ്ങനെ നമ്മൾ ഇവിടെ എത്തിയത്. അപ്പൊ അതങ്ങനെ വലിച്ചു കൊണ്ടുവന്ന് ഇവിടെ നിങ്ങൾ കേട്ടിട്ടുണ്ടെങ്കിൽ ഒന്നുമില്ല, വളരെ സിമ്പിൾ. ലോകത്തിലെ ഏറ്റവും നല്ല ബ്രാൻഡുകളിൽ ഒന്നായ എലമെന്റ്സിന്റെ ഓണാനുള്ള ഉൽപ്പന്നങ്ങൾ നമുക്ക് വാങ്ങി ഉപയോഗിക്കാം. 2, ഈ ഉൽപ്പന്നങ്ങൾ വാങ്ങിയിട്ട് മാന്യമായിട്ട് നമുക്ക് വിറ്റ് വരുമാനം ഉണ്ടാക്കാം. ഇത് ഉപയോഗിക്കുന്ന കുറെ ആളുകൾ ഉണ്ടാക്കിയാൽ അങ്ങനെ ഉണ്ടാക്കുന്ന സമയത്ത് 450 രൂപ മുതൽ 2,10,000 വരെ ആഴ്ചയിൽ നമുക്ക് കിട്ടും. എന്ത് നഷ്ടം ഇവിടെ ഉള്ളത്? ഇവിടെ എന്ത് പൈസ നിങ്ങളെ മുടക്കാനുള്ളത്? ഒന്നുമില്ല. നിങ്ങളെ ഈ സനൂപ് സാറ് പറഞ്ഞതുപോലെ നമ്മുടെ ബ്രാൻഡ് ഒന്ന് മാറ്റുക. പല്ല് തേക്കുന്ന സിസ്റ്റം നിങ്ങൾ മാറ്റണ്ട, പല്ല് തേക്കുന്ന ബ്രാൻഡ് ഒന്ന് മാറ്റുക. എന്നിട്ട് ഇത് വിൽക്കാനുള്ള പണി നന്നായിട്ട് പല്ല് തേക്കുക, എന്നിട്ട് നന്നായിട്ട് ചിരിക്കാം. അപ്പൊ ഇഷ്ടം പോലെ പേസ്റ്റ് പോകും. നന്നായിട്ട് ഫേസ് വാഷിന് മുഖം കഴുകുക, എന്നിട്ട് ഫെയർനെസ് ക്രീം ഇട്ട് ഒന്നും കൂടി ചിരിച്ചാൽ ഫെയർനെസ് ക്രീമും ഫേസ് വാഷും പോകും. ഇത്രേ പണിയുള്ളൂ, വലിയ ഭാരമൊന്നുമില്ല. ഇങ്ങനെ ചെയ്താൽ മതി. അതല്ലാതെ നിങ്ങളെ വീട്ടിൽ 5,50,000 സാധനം വെച്ച് നിങ്ങൾ പല്ല് തേക്കാതിരുന്നാല് വായ സ്മെല്ല് ചെയ്യും, നിങ്ങളെ പേസ്റ്റ് പോകില്ല. അപ്പൊ അതുകൊണ്ട് പല്ല് തേച്ചാൽ വളരെ സിമ്പിളാണ്. ഇത് വലിയ ഭാരമുള്ള പണിയൊന്നുമല്ല. ഈ ഉൽപ്പന്നങ്ങളൊക്കെ നമ്മൾ എല്ലാ ദിവസവും ഉപയോഗിക്കുന്നവരാണ്. ഇതൊന്ന് ഉപയോഗിക്കുക, ഉപയോഗിച്ച് മറ്റുള്ളവരെ പരിചയപ്പെടുത്തി കൊടുക്കുക, അവർക്ക് ഈ അവസരങ്ങൾ കാണിച്ചു കൊടുക്കുക, അവർക്ക് വരുമാനം ഉണ്ടാക്കാൻ അവരെ കൂടെ ചേർക്കുക. ഇതുപോലെ ബിസിനസ് ചെയ്യാൻ പറ്റിയ എന്റെയൊക്കെ തുടക്കത്തിൽ ഇവിടെ ഒരു 12 ആളെ വെച്ചിട്ടാണ് തുടങ്ങിയത്. 12 ആളെ വെച്ച് തുടങ്ങിയ ഈ ഒരു GT സെന്ററിൽ ബാക്കിൽ നിങ്ങൾ ആരെങ്കിലും കണ്ടിട്ടോ? നിൽക്കാൻ സ്ഥലമല്ല. ഇപ്പൊ ഇതിന്റെ പോസ്റ്റർ പോലും ഗ്രൂപ്പുകളിൽ ആരും വരണ്ടെന്നാണ്. ഇത് അത്രയും ആളാണ്. ഡിയർ ഫ്രണ്ട്സ്, നിങ്ങൾ ഇനിയും കാത്തു നിൽക്കുകയാണെങ്കിൽ നിങ്ങളെ ബസ് പുറപ്പെട്ടിട്ടുണ്ട്. ഇനി അതല്ല, നിങ്ങൾ കയറിയത് നമ്മൾ എങ്ങോട്ടാ പോകേണ്ടത്? നമുക്ക് ഇഷ്ടംപോലെ പൈസ ഉണ്ടാക്കണം, വീട് വാങ്ങണം, അതൊക്കെ ഉദ്ദേശിച്ച് നമ്മൾ എവിടെയൊക്കെ കയറി വെച്ചിട്ട് നമുക്ക് പോകേണ്ടത് മലപ്പുറത്തേക്കാണ്. നമ്മൾ കയറിയത് കണ്ണൂർ ബസ്സിലാണെങ്കിൽ നിങ്ങൾ എവിടെ എത്തുന്നു? വടകര എത്തുമ്പോൾ ഇത് കണ്ണൂർക്കല്ല പോകേണ്ടത്, എനിക്ക് പോകേണ്ടത് മലപ്പുറത്തേക്കാണ്. തിരിച്ചറിയാം, അവിടെ ഇറങ്ങിക്കൊള്ളണം. എന്നിട്ട് എങ്ങോട്ട് കയറണം? മലപ്പുറത്തേക്കുള്ള ബസ് കയറണം. നിങ്ങൾക്ക് ആർക്കെങ്കിലും തിരിച്ചറിവ് ഉണ്ടായിട്ടുണ്ടോ? ഉണ്ടെങ്കിൽ നമ്മൾ പല ആളുകളും മനസ്സിലാക്കുന്നത് എന്താണോ? ബിസിനസ് എന്ന് പറഞ്ഞാൽ 5 ലക്ഷം മുടക്കുക, 10 ലക്ഷം മുടക്കുക, 1 കോടി മുടക്കുക, 4 ആളെ വെക്കുക, അവരെ കൊണ്ട് കച്ചവടം. ഇതിന്റെ കാലം എന്നോ കഴിഞ്ഞു പോയിട്ടുണ്ട്. ഇനി ടെക്നോളജിയും ബുദ്ധി ഉപയോഗിച്ചതിന്റെ കാലം.
നമ്മുടെ കയ്യിലൊക്കെ ടെക്നോളജി ഉണ്ട്. അതിനേക്കാൾ ബുദ്ധിയും കൂടി ഉപയോഗിച്ചാൽ നമുക്കൊക്കെ രക്ഷപ്പെടാൻ പറ്റിയ 2,10,000 ആർക്കും വാങ്ങാൻ പറ്റിയ ഒരു അവസരമാണ്. ഇത് നിങ്ങൾ കേട്ടത്, തീരുമാനം എടുക്കേണ്ടത് നിങ്ങളാണ്. അതുകൊണ്ട് എനിക്ക് പറയാനുള്ളത്, ഇന്നത്തെ ഈ ഒരു പ്രോഗ്രാം വളരെ മനോഹരമായിട്ട് നമുക്ക് പ്രസന്റ് ചെയ്തു തന്നത്